reflection of plane wave front. ഞാൻ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു വേവ് ഫ്രണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വേവ് ഇങ്ങനെ ഒരേ ഫേസ് ഡിഫറൻസ് ഉള്ളതോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ളതോ ആയിട്ടുള്ള വേവുകളുടെ ഒരു വേവ് ഇങ്ങനെ അതിന്റെ തൊട്ടപ്പുറത്തൂടെ അതേ ഇതിൽ ഒരു പാറ്റേണിൽ ഒരു വേവ് പോകുന്നു, അതിന്റെ തൊട്ടിപ്പുറത്തൂടെ അതേ പാറ്റേണിൽ ഒരു വേവ് പോകുന്നു, തൊട്ടിപ്പുറത്ത് അതേ പാറ്റേണിൽ ഒരു വേവ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കോമൺ പോയിന്റ് നമ്മൾ എടുത്തിട്ട് അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പല പല വേവ് ഫ്രണ്ട് നമുക്ക് ഇതിന്റെ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാം വേവ് ഫ്രണ്ടുകൾ. ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റിഫ്ലക്ഷൻ നടത്താനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. റിഫ്ലക്ഷൻ നടക്കുന്നത് മിററിലാണല്ലോ. അപ്പം ഒരു മിറർ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരയ്ക്കുക. ഞാൻ ഓരോ കളർ വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇത് മിററാണ്, ഇത് മിററാണ്. ഈ മിററിന്റെ ഒരറ്റം എന്താണ്, സിൽവേർഡ് പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വരയ്ക്കാവൂ. വരയ്ക്കാനുള്ള സമയവും കാര്യങ്ങളും എല്ലാം ഞാൻ തരാം. നിങ്ങൾ ആദ്യം ഇത് ശ്രദ്ധിക്കാം. ഓക്കെ, വരയ്ക്കരുത്, എന്റെ പുറകെ തന്നെ വരച്ച് പോകരുത്. ഇത് ശ്രദ്ധിച്ചിട്ടേ വരയ്ക്കാവൂ. ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ, ഇതാണ് ഒരു വേവ് ഫ്രണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ എന്തുണ്ട്, ഇവിടെ കുറെ വേവുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ വേവിനകത്തെ കോമൺ പോയിന്റുകൾ ചേർത്തിട്ടാണ് ഈ വേവ് ഫ്രണ്ടിനെ വരച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. തൽക്കാലം ഞാൻ രണ്ട് വേവ് വരയ്ക്കുന്നുള്ളൂ. ഒരറ്റത്ത് ഇവിടത്തെ ഒരു വേവും ഇവിടത്തെ ഒരു വേവും മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അത് അവിടെ നിൽക്കട്ടെ. ഞാൻ അതിനു മുമ്പ് ഈ വേവ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് വരുന്നു. ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് വന്നിട്ട് കണ്ടോ, ആദ്യം ഈ വേവ് ഫ്രണ്ട് ഒബ്ലീക്ക് ആയിട്ട് വന്നാലേ റിഫ്ലക്ഷൻ നടക്കത്തുള്ളല്ലോ. അപ്പൊ വേവ് ഫ്രണ്ടിന്റെ ഈ അറ്റമാണ് എന്ത് സംഭവിക്കുന്നത്, ആദ്യം വന്ന് ഈ മിററിൽ വന്ന് വീഴുന്നത്. അപ്പൊ ആ അറ്റത്തിനായിരിക്കും ആദ്യം റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ആ അറ്റത്തിന് റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ ഇതിന് റിഫ്ലക്ഷൻ സംഭവിച്ച് ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് റിഫ്ലക്ഷൻ സംഭവിച്ചില്ല. ഇത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ സൈഡും കൂടെ അതേ വന്ന് വീഴുമ്പോൾ ഇത് ഇവിടെ വന്ന് വീഴും. ഇങ്ങനെ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. ആക്ച്വലി ഇത് വരുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കോളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈഡിലെ വേവ്സ് മാത്രമാണ്, അല്ലെ വേവ് ഫ്രണ്ടിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇവിടെ ഇപ്പം മുട്ടിയിരിക്കുന്നത്. ആ സൈഡിലുള്ള വേവുകൾക്കോ അല്ലെ റേകൾക്കോ മാത്രമേ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഈ സൈഡിലുള്ളത് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. അപ്പൊ അതിങ്ങനെ സഞ്ചരിച്ച് വരും തോറും ഇത് ഇങ്ങനെ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകും. എന്നിട്ട് ഇത് ഇവിടെ വന്ന് ഇത് ഇങ്ങനെ മുട്ടുമ്പോൾ കണ്ടോ, ഇനിയിപ്പോ ഈ സൈഡിലുള്ള ആൾക്കാർക്കും റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ഉള്ള ആൾക്ക് റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വേവ് ഫ്രണ്ട് റിഫ്ലക്ട് ചെയ്ത് ഇവിടം വരെ എത്തി. എന്നിട്ട് ഇതിങ്ങനെ പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഈ കാര്യം മനസ്സിലാകാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ ആണോ? ഓക്കെ ആയിട്ടുള്ളവരെല്ലാം ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ ആയിട്ടുള്ളവരെല്ലാം ഹാൻഡ് റൈസ് ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആയിട്ടുള്ളവരെല്ലാം ഹാൻഡ് റൈസ് ചെയ്യണം. ഏതാ? ഒന്നുകൂടെ പറയാം. പിന്നെന്താ, നോക്കൂ, അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. അതായത് ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നു. ഓക്കെ, ഷാരോൺ അല്ലേ ചോദിച്ചത്? ഓക്കെ, ഇവിടെ നോക്കിയോ. അപ്പം നമുക്കറിയാം ഇവിടെ എല്ലാം ലൈറ്റ്, ഈ സൈഡിൽ ഒരു ലൈറ്റ് റേ ഉണ്ട്, ഈ സൈഡിൽ ഒരു ലൈറ്റ് റേ ഉണ്ട്. കുറെ ലൈറ്റ് റേ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ വേവ്സ് ഉണ്ട്. നമ്മൾ അതിനകത്തെ അങ്ങേയറ്റത്തെ ഇങ്ങേയറ്റത്തെ ഉള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഏത് ലൈറ്റ് റേക്ക് ആയിരിക്കും റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഷാരോണെ? ഇതാണ് വന്ന് വീഴാൻ കൊണ്ട് ഇവിടെ അല്ലേ റിഫ്ലക്ഷൻ ആദ്യം സംഭവിക്കുക, ആണോ? ആണ്. അപ്പം ഇത് റിഫ്ലക്ഷൻ സംഭവിച്ച് ഇത് ഇങ്ങനെ പോയിട്ട് ഇത് ഇവിടം വരെ വരുന്ന സമയത്ത് ഈ സൈഡിലെ ആൾക്കാർ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ പോയിട്ട് ഇത് റിഫ്ലക്ട് ചെയ്ത് ഈ സൈഡിൽ ഇവിടെ വരുന്ന സമയത്ത് ഇത് ഇവിടെ വന്ന് മുട്ടത്തേ ഉള്ളൂ. മുട്ടുമ്പോ കണ്ട ഈ വേവ് ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനായി. ഇങ്ങനെ മുട്ടിയിട്ട് ഈ സൈഡിലും റിഫ്ലക്ഷൻ നടക്കുമ്പോ ഇത് ഇങ്ങനെ പോകും. അതായത് ഞാൻ അത് വേവ് ഫ്രണ്ട് മാത്രമായിട്ട് വരയ്ക്കുവാണെങ്കിൽ നോക്കിക്കോളൂ, വേവ് ഫ്രണ്ട് മാത്രമായിട്ട് വരയ്ക്കുവാണെങ്കിൽ നോക്കിക്കോളൂ, ഒരു വേവ് ഇങ്ങനെ വരുന്നു. ഈ സൈഡാണ് ആദ്യം മിററിൽ വന്ന് വീഴുന്നത്. അപ്പൊ ആ സൈഡിനെ റിഫ്ലക്ഷൻ സംഭവിക്കത്തുള്ളൂ. അതപ്പം റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയം ഇത് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നതേ ഉള്ളൂ.
അപ്പൊ ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഈ സൈഡ് മിററിൽ വന്ന് വീഴുമ്പോൾ ആ സൈഡിനും റിഫ്ലക്ഷൻ സംഭവിക്കും. ആ സൈഡിന് റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ മറ്റേത് എന്റെ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. ഇല്ല, ആ സൈഡ് വേവ് ഫ്രണ്ടിന്റെ ആ സൈഡ് റിഫ്ലക്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ, ഇനിയിപ്പോ രണ്ട് സൈഡും റിഫ്ലക്ട് ചെയ്ത് കണ്ടോ ഒരുമിച്ച് തന്നെ ഇങ്ങനെ പോകും. ശരിക്കും പറയുവാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വീണിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞ് കണ്ടോ ഇതിങ്ങനെ അങ്ങ് പോകും. കണ്ടോ, ഇങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ നോർമലി ഒരു റിഫ്ലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ നോർമലി നമുക്കറിയാം, ഒരു സിംഗിൾ ലൈറ്റ്, ഇതൊരു മിറർ ആണെങ്കിൽ ഒരു സിംഗിൾ ലൈറ്റ് ഇതേ വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. ഇത് സിംഗിൾ ലൈറ്റ് അല്ല ഇവിടെ വന്ന് വീഴുന്നത്, പകരം ഒരു വേവ് ഫ്രണ്ട് ആണ് വന്ന് വീഴുന്നത്. വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കുറെ റേകളുടെ കുറെ റേകളെ ചേർത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേവ് ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഇങ്ങനെ ഒബ്ലിക് ആയിട്ട് വന്ന് വീഴുന്ന സമയത്ത് ഒരിക്കലും ഈ രണ്ട് സൈഡിന് ഒരുമിച്ച് റിഫ്ലക്ഷൻ സംഭവിക്കത്തില്ല. കാരണം എന്താ, ഈ സൈഡ് ആയിരിക്കും ആദ്യം റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ സൈഡ് റിഫ്ലക്ട് ചെയ്ത് ഇവിടം വരെ എത്തുന്ന സമയത്ത് ഈ സൈഡ് അപ്പൊ ഇവിടെ വരത്തുള്ളൂ, ഇവിടം വരെ വന്ന് മുട്ടുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ സൈഡ് ഇവിടെയും ഈ സൈഡ് ഇത് ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ ചരിഞ്ഞു. ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ വന്നാലേ പിന്നീട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകത്തുള്ളൂ. അതായത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഞാൻ ഇപ്പൊ ഈ വരയ്ക്കുന്ന പോലെ, അതായത് ഒരു വേവ് ഫ്രണ്ട് ഇവിടെ വന്ന് മുട്ടി, ഈ സൈഡിലുള്ള വേവിന് റിഫ്ലക്ഷൻ സംഭവിച്ചു. അത് ഇവിടം വരെ ആയപ്പോഴും ഇത് ഇവിടം വരെ വന്ന് മുട്ടിയതേ ഉള്ളൂ. ഈ സൈഡ് എപ്പോ മുട്ടുന്നോ അപ്പൊ ഇതിനും റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ, അതായത് ഇങ്ങനെ വരുന്നു. ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന് ഇതേ മുട്ടുന്നു. ഈ സൈഡ് മുട്ടിയതുകൊണ്ട് ആ സൈഡിന് ആദ്യം റിഫ്ലക്ഷൻ സംഭവിച്ചു, ആദ്യം റിഫ്ലക്ഷൻ സംഭവിച്ചു ഇവിടം വരെ വരുന്നു. അപ്പൊ അത് മറ്റേ സൈഡ് ഇവിടെ വന്ന് മുട്ടിയതേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് ഇങ്ങനെ ഒരു സെക്കൻഡ്. നോക്കിക്കോണേ, വേവിന്റെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോണേ. ഞാനത് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. Huygens says light is a wave and gives us a way to. ഓക്കെ, ഞാൻ കാണിക്കാം, നോക്കിക്കോണേ, ഓരോ കാര്യങ്ങളും നോക്കിക്കോണം. ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോ. All these reflected waves represent the reflected and the n will ഇന്നലെ പറഞ്ഞ ഹൈജീൻസ് പ്രിൻസിപ്പിളിന്റെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഹൈജീൻസ് പ്രിൻസിപ്പിളിന്റെ ഓരോ പോയിന്റുകളും പുതിയ വേവ്ലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ വേവ്ലെറ്റുകളിലെ കോമൺ പോയിന്റ് നോക്കുമ്പോൾ അത് സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ രണ്ട് വേവ് മാത്രം ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന്റെ വേവ് ഫ്രണ്ട്. ഇവിടെ റിഫ്ലക്ഷൻ സംഭവിച്ചു. ഇത് ഇവിടെ വന്ന് വീഴുന്നതേ ഉള്ളൂ. മറ്റേത് അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് the reflected wavefront. So let's see if we can really prove that the reflected wavefront obeys the laws of reflection. So here's our mirror. Let me draw a couple of incident rays of light. And my ruler as well. And the way to draw a wavefront, remember wavefronts are always bring in my ruler. But let's go ahead and my incident light reflection. Say this is a mirror and here is an incoming plane wavefront. Now when the wavefront hits the mirror, the point at which it does that becomes a source for reflected waves. And now a common tangent to all these reflected waves represent the reflected wavefront. So let's see if we can really prove that the സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇതും കൂടെ കണ്ട സമയത്ത് നിങ്ങൾ ആ പൂ പോലെ വിടർന്നു വരുന്ന സാധനം നോക്കണ്ട, അത് വേവ് ഫ്രണ്ട് ആണ്. അല്ല, അത് എന്താണ് പുതിയ വേവ്ലെറ്റുകളാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ തൽക്കാലം ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാന് ഇവിടെ ഒരു വേവ് ഫ്രണ്ട് വന്ന് ഈ സൈഡിൽ വന്ന് വീഴുന്നതായിട്ട് നമ്മളത് ഇതേ വന്ന് വീണതായിട്ട് സങ്കല്പിച്ചു. ഓക്കെ, ഇപ്പൊ വേവ് ഫ്രണ്ട് ഇതേ വന്ന് വീണു. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ സൈഡിലുള്ള രണ്ട് റേകൾ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളേ.
ഈ സൈഡിലും ഒരു റേ വരയ്ക്കുന്നു. ഇത് ഞാൻ വേവ് പോലെയല്ല വരയ്ക്കുന്നത്, ജസ്റ്റ് റേ പോലെ വരയ്ക്കുന്നത്. ഈ സൈഡിലെയും ഒരു വേവ് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, ഈ രണ്ട് റേ ആണ് ഞാൻ ഇതിന് വരയ്ക്കുന്നത്. നമുക്കറിയാം ഇതാ ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത് വേവ് 1 ഉം വേവ് 1 ഉം ഇപ്പുറത്തെ കളർ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത് വേവ് 2 ആണ്, വേവ് 2. ഓക്കെ ആണല്ലോ. അപ്പം ആ വേവ് 2ന്റെ ആ വേവ് 1ന്റെ വേവ് 2ന്റെ കോമൺ പോയിന്റ് ചേർത്ത് വരച്ചപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഈ വേവ് ഫ്രണ്ട് കിട്ടിയത്. ആ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എ ബി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഒരു സൈഡില് എ ബി വന്ന് വീണു. നമുക്കറിയാം ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടുന്നത് നോർമലാ. അപ്പൊ ഞാൻ ഇവിടെ ഈ പോയിന്റിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരയ്ക്കാൻ പോവാം. കണ്ടോ, ഇതാണ് അതിന്റെ നോർമൽ. ഓക്കെ ആണല്ലോ. അപ്പൊ നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ആണ് ആംഗിൾ ഐ ആർ. ഓക്കെ ആണല്ലോ, ആദ്യം അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ വേവ് ഫ്രണ്ട്, അതായത് ഇപ്പൊ വന്ന ഈ വേവ് 1 എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? വേണ്ട, ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഈ ആംഗിളിൽ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതേ ആംഗിളിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ വരെ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുക? ഈ വേവ് 2 എന്ന് പറയുന്ന ആള് വേണ്ട ട്രാവൽ ചെയ്ത് ഇതേ വന്ന് മുട്ടി. അതായത് വേവ് 1 റിഫ്ലക്ട് ചെയ്ത് വേണ്ട ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ വരുന്ന സമയത്ത് ഈ വേവ് 2 എന്ന് പറയുന്ന ആള് ട്രാവൽ ചെയ്തിട്ട് വേണ്ട ഈ പോയിന്റ് എത്തി. ഉദാഹരണം പറയുകയാണെങ്കിൽ വേണ്ട ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് എന്താണ് വേവ് 1ന് റിഫ്ലക്ഷൻ സംഭവിച്ചു, അതിന്റെ നോർമൽ ഒക്കെ വരച്ച്, അപ്പൊ അതിന്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കൂടെ മാർക്ക് ചെയ്തേക്കാം. ഇതായിരിക്കും അതിന്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇതാണ് എ ബി ആയിരുന്നു വേവ് ഫ്രണ്ട്. ഇപ്പൊ ആ വേവ് ഫ്രണ്ട് ചരിഞ്ഞു. കാരണം വേവ് ഫ്രണ്ടിന്റെ ഇങ്ങേ അറ്റമാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. വേവ് ഫ്രണ്ടിന്റെ ഇങ്ങേ അറ്റമാണ് ബി എന്ന് പറയുന്ന ആ പോയിന്റിലെ അറ്റമാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വേവ് ഫ്രണ്ട് റിഫ്ലക്ഷൻ സംഭവിച്ച് ചരിഞ്ഞു. ഇപ്പൊ വേവ് ഫ്രണ്ട് ഇങ്ങനെ ഞാൻ ആ വേറെ കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ വേവ് ഫ്രണ്ട് ഇതാണ്. ഓക്കെ, അപ്പൊ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണിത്. അത് നമുക്ക് സി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത്? ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ ഇത് നേരെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അതേപോലെ തന്നെ ഈ വേവ് ഫ്രണ്ടും ഇങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ആരോ കൃത്യമായിട്ട് കൊടുക്കുക. ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോകും. വേവ് ഫ്രണ്ടിന്റെ വേവ്, അതേപോലെ തന്നെ ഈ വേവ് ഫ്രണ്ടിന്റെ ഈ വേവ് ഈ ഡയറക്ഷനിൽ പോകുന്നു. അപ്പൊ ഈ വേവ് ഫ്രണ്ട് മൊത്തത്തിൽ ഇങ്ങനെ വരുന്നു. ഈ വേവ് ഫ്രണ്ട് മൊത്തത്തിൽ ഈ ഡയറക്ഷനാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് പടത്തിനകത്ത് വരേണ്ടത്. ഇനി മാർക്ക് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, ഇവിടെയും റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇവിടെയും റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്താ ഇവിടെ ഈ സൈഡിലുള്ള വേവ് 2ന്റെ ഇൻസിഡന്റ് റേ ആണ് ഇത്. അപ്പൊ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു നോർമൽ വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, അവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരച്ചിട്ടുണ്ടാവണം, ആംഗിൾ ഐ. അവിടെയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വരച്ചിട്ടുണ്ടാവണം. കണ്ടോ, ഇങ്ങനെ വരച്ചു. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും സി ഡി എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടുമാണ്. ആ എ ബി എന്ന് പറയുന്ന വേവ് ഫ്രണ്ട് ഉണ്ടാക്കിയ രണ്ട് വേവുകളാണ് വേവ് 1ഉം വേവ് 2ഉം. അത് അങ്ങനെ അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് വേവ് 1ന്റെ വേവ് 1 ഡാഷ് എന്നും വേവ് 2 ഡാഷ് എന്നും എടുക്കാം. വേവ് 2 ഡാഷ്, കാരണം ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും സെപ്പറേറ്റ് ആയിട്ട് 1 ഡാഷ് 2 ഡാഷ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എന്ന് പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒരു പ്രശ്നവും. ഇത് മനസ്സിലാക്കാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോരുത്തരോടും ചോദിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. മനസ്സിലാകാതെ ചുമ്മാ കൈ പൊക്കരുതേ. ഒന്നും മനസ്സിലായില്ല, അറിയത്തില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടെന്ന് ചുമ്മാ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്, സ്ലോ ആയിട്ട് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് കൈ പൊക്കാതിരിക്കുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എ ബി സി ഡി. ഓക്കെ, അപ്പൊ ആ കാര്യം അത്രയും കാര്യങ്ങൾ സെറ്റായി. അപ്പം അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തു. അതെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തെ 90 ഡിഗ്രി വരുന്നത് ഏതൊക്കെയാന്നുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം വേവും വേവ് ഫ്രണ്ടും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. വരയ്ക്കുന്നത് വരച്ചോ, ഇതങ്ങ് വരച്ചോ, ഇത്രയും അങ്ങ് വരച്ചോ. ഒന്നുകൂടെ വരച്ച് കാണിക്കണേ, ഒന്നുകൂടെ വരച്ച് കാണിക്കാം.
ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഒന്നുകൂടെ വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇവിടെ നോക്കിക്കോളൂ. എന്റെ കൂടെ അങ്ങ് വരച്ചു നോക്കും, അല്ലെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു മിറർ വരച്ചു, ആ മിറർ അല്ലെങ്കിൽ മിററാണ് മനസ്സിലാകാൻ വേണ്ടി ഒരു സൈഡ് സിൽവേർഡ് പോളിഷ്ഡ് ആണ്, സിൽവേർഡ് പോളിഷ്ഡ് ആക്കി വരച്ചു. എന്നിട്ട് നമ്മൾ ഒരു വേവ് ഫ്രണ്ട് ഒരു സൈഡ് മിററെ മുട്ടിച്ചങ്ങ് വരയ്ക്കുകയാണ്. കാരണം റിഫ്ലക്ഷൻ നടക്കുന്ന അവിടെ മൂലം എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഇത് നമുക്ക് റെഡ് കളറിൽ എല്ലാം കൊടുക്കാം. നിങ്ങൾക്ക് വേവ് ഫ്രണ്ട്, അതായത് എ ബി എന്ന് അതിനെ അങ്ങ് കൊടുക്കാം, എ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ആ വേവ് ഫ്രണ്ട് ഉണ്ടാക്കിയ രണ്ട് വേവുകളെ മാത്രം ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഒരു വേവ് തേണ്ടിതും, ഒരു വേവ് തേണ്ട ഈ സൈഡിലും വരയ്ക്കുന്നു. അതേപോലെ ഒരു വേവ് തേണ്ട ഈ സൈഡിലും വരയ്ക്കുന്നു. ഓക്കെ, ഇതിൽ ലൈറ്റ് റേസ് ആണ്. ഓക്കെ, ആരോ ഇടുന്നു, ആരോ ഇടുന്നു, ആരോ രണ്ട് സൈഡിലും. വേവ് 1 ഉം വേവ് 2 എന്നും മാർക്ക് ചെയ്യുന്നു. ഇത് വേവ് 1 ആണ്, ഇത് വേവ് 2 എന്ന് മാർക്ക് ചെയ്യുന്നു. വേവ് 2. ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ഒരു നോർമൽ വരയ്ക്കണം. അതായത് ഈ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വേവ് 1ന്റെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഒരു നോർമൽ കൃത്യമായിട്ട് വരയ്ക്കും. എന്നിട്ട് നോർമലിന്റെയും ഇതിന്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്കറിയാം, അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. നമുക്കറിയാം ഇൻസിഡന്റ് ആയിട്ട് ഒരു ലൈറ്റ് റേ വന്ന്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ഉറപ്പായിട്ടും അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം ആ വേവിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്തായിട്ട് കാണിക്കുകയാണ്. ആ വേവ് റിഫ്ലക്ട് ചെയ്യുന്നു, കണ്ടോ, ആ വേവ് റിഫ്ലക്ട് ചെയ്ത് അതേ ആംഗിളിൽ തന്നെ വരയ്ക്കണേ. അതായത് ഏകദേശം അതേ ആംഗിളിൽ തന്നെ വരച്ചാലേ ശരിയാകത്തുള്ളൂ. എന്നിട്ട് ഇതിന്റെ നേരെ, കണ്ടോ, ഇതിന്റെ നേരെ വരെ കൊണ്ടുവരണം, മനസ്സിലായി? അതിന്റെ നേരെ വരെ കൊണ്ടുവന്ന് തന്നെ ഇവിടെ കൊണ്ടു നിർത്തണം. അതായത് ആ ബി എന്ന് പറയുന്ന പോയിന്റിന് നേരെ വരെ ഈ റിഫ്ലക്റ്റഡ് റേ കൊണ്ട് നിർത്തണം. കണ്ടോ, ഇതിന്റെ ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റിനെ നേരെ കൊണ്ട് നിർത്തണം. എന്നിട്ട് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ മാർക്ക് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ വേവ് 2 എന്ന് പറയുന്നത് എവിടെ എത്തും? ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും. വേവ് 2 അവിടം വരെ എത്തിയിട്ടുണ്ടാവും. അവിടെയും ഒരു ആരോ ഇട്ട് കാണിക്കാം. എന്നിട്ട് നിങ്ങളുടെ എ ബി എന്ന് പറയുന്ന വേവ് ഫ്രണ്ട് ഇപ്പൊ നേരെ തിരിഞ്ഞു. ആ തിരിഞ്ഞ വേവ് ഫ്രണ്ടും അതേപോലെ തന്നെ കാണിക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ എ ബി എന്ന് പറയുന്ന വേവ് ഫ്രണ്ട് നേരെ തിരിഞ്ഞു. എ എന്ന് പറയുന്ന പോയിന്റ് വേണ്ട ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഇവിടെയും വന്നു. നമുക്ക് ബ്രൗൺ കൊണ്ട് മാർക്ക് ചെയ്യാം. അത് നേരത്തെ എ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു, ഇപ്പൊ അത് ഇവിടെ വന്നു. ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും വന്നു. ഇനിയും ആ ലൈറ്റ് റേസ് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുക. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഇതുവഴി ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് നീല വെച്ചിട്ട് തന്നെ വരയ്ക്കാം. അതേപോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ പോകും. ആരോ ഇടണം, എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം ആരോ ഇടുക. അപ്പം അങ്ങനെ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഇവിടെ ഒരു നോർമലും കൂടെ ഒന്ന് വരച്ചേക്കണം. ഇവിടെ നോർമൽ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്ലക്ഷനും മാർക്ക് ചെയ്യണം. ഇതാണ് ഈ വേവിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ വേവിന്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇതാണ്. ഇത് വേവ്, ഇത് വേണമെങ്കിൽ വേവ് 1 ഡാഷ് എന്നും ഇത് വേവ് 2 ഡാഷ് എന്നും കിട്ടും. റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള വേവ് അല്ലേ, വേവ് 2 ഡാഷ് എന്ന് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഇനി നോക്കിക്കോണേ. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. വരച്ച് കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേവും വേവ് ഫ്രണ്ടും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രിയാണ്. ഞാൻ ഇന്നലെ വരച്ചപ്പോഴേ പറഞ്ഞതാണ്. കുറെ വേവ് വരച്ചു, അപ്പൊ അതിനെ എല്ലാം കോമൺ പോയിന്റ് ചേർത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ് വേവ് ഫ്രണ്ട്. അപ്പൊ വേവും വേവ് ഫ്രണ്ടും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്തെ വേവ് ഏതാ, ഇവിടത്തെ വേവ് ഏതാ, വേവ് ഫ്രണ്ട് ഏതാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വേവ് 1ന്റെ ലൈനും ഈ റെഡ് ലൈനും കണ്ടോ, ഈ റെഡ് ലൈൻ വേവ് ഫ്രണ്ടാ. എ ബി എന്ന് പറയുന്നത് വേവ് ഫ്രണ്ടാ. എ ബി അത് വേണമെങ്കിൽ അവിടെ എഴുതിക്കോണം. എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്.
വേവ് ഫ്രണ്ട് ആണ്, അതേപോലെ തന്നെ ഇത് സി ഡി എന്നും കൂടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇത് സി ഡി എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, വേവും വേവ് ഫ്രണ്ടും തമ്മിൽ 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നീലയും ഈ ചുമപ്പും തമ്മിൽ ഉണ്ടാകുന്ന ഈ ആംഗിൾ നമുക്ക് ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ബ്രൗൺ കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ? കാരണം ഇത് വേവും ഇത് വേവ് ഫ്രണ്ടുമാണ്, കണ്ടോ? അപ്പൊ വേവും വേവ് ഫ്രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇത് മൊത്തം 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണേ. ഇത് ഇത്രയും ഐ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കി, ഇത് ഇത്രയും എത്രയാവും? അതായത് മൊത്തം 90 ആണെങ്കിൽ അതിന്റെ ഇത്രയും ഭാഗം ഐ പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് ഈ പച്ചയ്ക്കും ഈ റെഡിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഭാഗം എത്ര ആവും? 90 മൈനസ് ഐ ആയി ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. വേണ്ട, ഇത് കണ്ടോ, ഈ പച്ചയ്ക്കും ഈ മിററിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ നോർമൽ ആയതുകൊണ്ട് 90 ഡിഗ്രി അല്ലേ മൊത്തം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പച്ചയും റെഡും തമ്മിൽ 90 മൈനസ് ഐ ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് ഐ വരും. ഇതൊന്നും മനസ്സിലാക്കണ്ട. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതൊന്നും മാർക്ക് ചെയ്യണ്ട. നോക്കിയോ, ഇതൊന്നും മാർക്ക് ചെയ്യണ്ട. ഇത് 90 ഡിഗ്രി ആണെന്ന് എഴുതുക, ഇത് അങ്ങോട്ട് ഐ ആണെന്ന് അങ്ങോട്ട് എഴുതുക. സിമിലർലി ഇവിടെ അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 6 ആണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് 6 വരും. ഇത് മൊത്തം 90 ഡിഗ്രി ആയതുകൊണ്ട് 90 മൈനസ് 6 പോയിട്ട് ഇത് 6 ആ വരുന്നത്. അത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിനെ അങ്ങോട്ടേക്ക് ഇവിടെ അങ്ങോട്ടേക്ക് 6 അങ്ങോട്ട് എഴുതുക, ആംഗിൾ 6 എഴുതുക. അവിടെ ആംഗിൾ 6 വരും. അതങ്ങ് ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. അത് ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിലും ഇത് കണ്ടോ, ഇത് മൊത്തം 90 ഡിഗ്രിയാ. അതിൽ ഇത്രയും 6 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 90 മൈനസ് 6. ഇവിടെയും ഇത് മൊത്തം 90 ഡിഗ്രിയാ. അതിൽ ഇത്രയും 90 മൈനസ് 6 ആണെങ്കിൽ ബാക്കി ഇത്ര 6 വരുന്നത്. അപ്പുറത്തും അതേപോലെ തന്നെ ആ സെയിം കൺസെപ്റ്റ് തന്നെ. അപ്പൊ അതൊന്നും ചിന്തിക്കാനും ഇപ്പൊ ഇത്രയും ലൈനുകളൊക്കെ വരയ്ക്കാനൊന്നും പോകണ്ടാത്തുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഐ കൊടുക്കുക, ഇവിടെ ഒരു ഐ, ഇവിടെ ഒരു 6 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. നമുക്ക് ഈ ഐയും ആറും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതാനായിട്ട് പോവാണ്. നിങ്ങൾ ഇതാണ് പടം. ഓരോ കാര്യങ്ങൾ എഴുതാൻ പോവാണ്, നോക്കിക്കോളൂ. ലെറ്റ് 1 and 2. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിക്കോ. ലെറ്റ് 1 and 2 be the incident rays and 1 dash and 2 dash be the corresponding നമ്മൾ മറ്റേ രീതിയിലാണല്ലോ ഇട്ടല്ലയോ? അതായത് റോമൻ ന്യൂമറലിലാണോ ഇട്ടല്ല? അല്ല, അങ്ങനെയല്ലേ ഇട്ടത്. അപ്പൊ അങ്ങനെ തന്നെ എഴുതിക്കോ, 1 and 2. അതേപോലെ തന്നെ ഇത് 1 dash and 2 dash. ഓക്കെ, be the corresponding reflected rays. AB be the incident wave front. Incident wave front. And CD be the corresponding reflected wave front. Such that AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതിന്റെ ലെങ്ത് ഈക്വൽ. കാരണം ഒരെണ്ണത്തിന്റെ റിഫ്ലക്റ്റഡ് റേ ആണല്ലോ മറ്റേത്. അപ്പൊ AB is equal to CD എന്ന് എഴുതാം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിന്റ് വരെ ആ വേവ് 2 ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസും എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റ് വരെ
ആ വേവ് ടൂടെ റിഫ്ലക്റ്റഡ് റേ ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസും അല്ലെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലെ ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അത് ഞാൻ സെന്റൻസ് ആയിട്ട് എഴുതാം. ഹിയർ 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 the distance traveled by wave 2 from B to D before reflection is same as the distance traveled by wave 1 from A to C after reflection. ഇനി ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആംഗിൾ ഐ ഈസിക്കൽ ആംഗിൾ ആർ എന്ന് കിട്ടും. ആംഗിൾ ഐ ഈസിക്കൽ ആംഗിൾ ആർ എന്ന് കിട്ടുന്നതാണല്ലോ റിഫ്ലക്ഷന്റെ ലോ വേവ് ഫ്രണ്ടും പാലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്നാലേ വേവിന് റിഫ്ലക്ഷൻ സംഭവിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആംഗിൾ ഐ ഈസിക്കൽ ആംഗിൾ ആർ ആയാൽ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കൺസിഡർ triangle ACD and triangle ABD. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ സിമിലാരിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. സിമിലർ അല്ലെങ്കിൽ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ പോവാണ്. കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിൽ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ ഒരു കാര്യം കൂടെ എഴുതണേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് സച്ച് ദാറ്റ് BD ഈസ് ഈക്വൽ ടു AC എന്നും കൂടെ എഴുതണം. എന്നിട്ട് ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു സച്ച് ദാറ്റ് എഴുതിയില്ലേ, അതിനെ ഇക്വേഷൻ 1 എന്നും രണ്ടാമത്തെ സച്ച് ദാറ്റിനെ ഇക്വേഷൻ 2 എന്നും കൊടുക്കുക. ഇനി നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ ACD ആൻഡ് ABD. ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്ന് നോക്കിയേ. ഞാൻ വേണേ കളർ ചെയ്ത് കാണിക്കാം, നോക്കിക്കോളൂ. മഞ്ഞ കളറാണ് ചെയ്യുന്നത്. ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ അടുത്ത വേറെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. സിമിലർ അല്ല, കോൺഗ്രുവന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ SAS അല്ലെങ്കിൽ ASA അല്ലെങ്കിൽ SSS ഒക്കെ പോസ്റ്റുലേറ്റ് വെച്ചിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം എന്നുള്ളത് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഉള്ളത് AB നമ്മൾ ആദ്യം എഴുതിയായിരുന്നു. AB ഈസ് ഈക്വൽ ടു CD ആണ്. അതിന്റെ റീസൺ എന്താ? ഫ്രം ഇക്വേഷൻ 1. അടുത്തത് BD ഈസ് ഈക്വൽ ടു AC ആണ്. അതെന്താ റീസൺ? ഫ്രം ഇക്വേഷൻ 2. ഇനി നമുക്ക് വേണമെങ്കിൽ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, വേവ് ഫ്രണ്ടും അതേപോലെ തന്നെ വേവും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് എപ്പോഴും. വേവ് ഫ്രണ്ടും വേവും തമ്മിൽ നോക്കിയേ, ഇവിടെ ഇത് ഒരു വേവ് ആണ്, ഇതൊരു വേവ് ഫ്രണ്ട് ആണ്. ഇതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി അല്ലേ? സിമിലർ ഇത് വേവ് ആണ്, ഇത് വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇത് 90 ഡിഗ്രി അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് ആംഗിൾ കൂടെ 90 ഡിഗ്രി എടുക്കാം. ഇത് 90 ഡിഗ്രി ആണ്, അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ABD എന്ന് എടുക്കാൻ പോവാം. ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ABD അല്ലയോ? ABD എന്ന് എടുക്കാൻ പോവാണ്. അത് 90 ഡിഗ്രി ആണ്. അതിന്റെ ഇതെന്തായിട്ട് എടുക്കേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ വേവ് ആൻഡ് വേവ് ഫ്രണ്ട് ഈസ് എന്താണ്? ഈസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡും ഒരു എന്താണ് ആംഗിളും ഈക്വൽ ആയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ഇപ്പൊ ഒരെണ്ണം 90 ഡിഗ്രി ഒരെണ്ണം ഹൈപ്പോട്ടേന്യൂസ് സൈഡിലല്ലേ?
ഓക്കെ, SAS ക്രൈറ്റീരിയോൺ വെച്ചിട്ട് നമുക്ക് ഇൻക്ലൂഡിങ് ആംഗിൾ അല്ലേ, അതായത് ഈ സൈഡും ഈ ആംഗിളും ഈ സൈഡും ആണ്, അല്ലെങ്കിൽ ഈ ട്രയാംഗിൾ എടുക്കുവാണെങ്കിൽ ഈ സൈഡും ഈ ആംഗിളും ഈ സൈഡും ആണ് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെ സെയിം ആണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാംഗിൾ ACD കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ ABD. റീസൺ എന്താ? റീസൺ SAS ക്രൈറ്റീരിയോൺ. അങ്ങനെ SAS ക്രൈറ്റീരിയോൺ വെച്ചിട്ട് അത് എന്താണ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കറസ്പോണ്ടിങ് ആംഗിൾസും ബാക്കിയുള്ള കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോ രണ്ട് സൈഡും ഒരു ആംഗിളും ആണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ള രണ്ട് ആംഗിളും ഒരു സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ആംഗിളിനകത്തെ ഓരോ ആംഗിൾ അല്ലേ ഐയും ആറും, അപ്പൊ ഓട്ടോമാറ്റിക്കലി CP/CT വെച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ദി കോൺഗ്രുവന്റ് ട്രയാംഗിൾ വെച്ചിട്ട് നമുക്ക് ഐയും ആറും ഈക്വൽ ആണെന്ന് എഴുതാം. ഐയും ആറും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ നിയമം, അല്ലെ നമ്മുടെ നമ്മുടെ റിക്വയർമെന്റ്. അപ്പം അത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നോക്കിയോ, therefore അതിന്റെ താഴോട്ട് തന്നെയാണ് എഴുതുന്നത്, ഞാൻ ഇപ്പുറത്തോട്ട് എഴുതുന്നതാണ്. therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ BAD is equal to ആംഗിൾ CD. BAD തന്നെയല്ലോ, BAD is equal to angle CDA. Correct. Okay, angle BAD is equal to CDA. Okay. അപ്പം ആംഗിൾ I is equal to ആംഗിൾ R എന്ന് കിട്ടി. റീസൺ എന്താ? CP/CT corresponding part of the congruent triangle. അങ്ങനെയാണെങ്കിൽ നമുക്ക് hence so this satisfy law of reflection law of reflection. കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇതേപോലെ തന്നെ റിഫ്രാക്ഷനും പഠിക്കണം. റിഫ്രാക്ഷൻ കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും പഠിപ്പിക്കുന്നത്, കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ റിഫ്രാക്ഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് പോവാം. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്ഷനിലേക്ക് പോവാണ്. എനിക്കൊന്ന് 3 ഡെറിവേഷൻ പഠിപ്പിക്കാനുള്ള സമയം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരെണ്ണം കൂടെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടത്തുള്ളായിരിക്കും. അപ്പം അതും കൂടെ എഴുതുകയാണ്, അതും കൂടെ പറയാണ്. എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എഴുതിയില്ലെങ്കിൽ എല്ലാവരും വാ തുറന്നൊന്ന് പറയണം കേട്ടോ, ഞാൻ തുടയ്ക്കാൻ പോവാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, റിഫ്രാക്ഷൻ ഓഫ് വേവ് ഫ്രണ്ട് എന്ന് എഴുതിക്കോ. റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പം
ഇത് നമുക്ക് ഒരു വേവ് അല്ലെങ്കിൽ ഒരു വേവ് ഫ്രണ്ടിന് റിഫ്ലക്ഷൻ നടക്കുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറഞ്ഞ ലോ ഓഫ് റിഫ്ലക്ഷൻ അത് പാലിക്കുന്നു എന്ന് നമ്മൾ തെളിയിച്ചു. അതേപോലെ തന്നെ റിഫ്രാക്ഷൻ പ്ലെയിൻ വേവ് ഫ്രണ്ടിന് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് സ്നെൽസ് ലോ പാലിക്കുന്നുണ്ട്. സൈൻ എ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ വേവ് ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റിഫ്രാക്ഷനും പ്ലെയിൻ വേവ് ഫ്രണ്ടിന് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വീണ്ടും ഇവിടെ നമ്മളൊരു പടം വരയ്ക്കേണ്ടിയിരിക്കുന്നു. നോക്കിയോളൂ, ഇതൊരു എന്താ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു. റിഫ്രാക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇവിടെയും നോക്കിയോ, നമ്മൾ സാധാരണ ഒരു ലൈറ്റ് റേ വന്നിട്ട് ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നോർമൽ വരയ്ക്കും. അപ്പൊ ബെൻഡ് ടുവേർഡ്സ് ദ നോർമലോ അല്ലെങ്കിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമലോ ആയിരിക്കും വരുന്നത്, ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വേവ് ഫ്രണ്ടിനെ കൊണ്ടുവന്ന് ഒബ്ലീക്ക് ആയിട്ട് ഇതേ കൊണ്ട് ഘടിപ്പിച്ചു. നമ്മൾ റെയർ ചെയ്യുന്ന ഡെൻസറിലോട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അപ്പം ഇപ്പം ഈ രണ്ട് സർഫസിന്റെ സർഫസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ n1 എന്നും ഇതിൻ്റെത് n2 എന്നും എടുക്കുകയാണ്. നിങ്ങൾ μ1 ഉം μ2 ആണെങ്കിൽ അങ്ങനെ എടുത്തോണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇനി വേവ് 1 വേവ് 2 എന്നൊന്നും കൊടുക്കുന്നില്ല, 1 ഉം 2 എന്നും കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഇവിടത്തെ ഇതിപ്പോ നമ്മൾ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, ഇത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, റെഡ് തന്നെ കൊടുക്കാം, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പം അതിന്റെ രണ്ടറ്റത്തെ രണ്ട് റേകൾ നമ്മൾ അങ്ങ് വരയ്ക്കുകയാണ്. ബ്ലാക്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതും ഇതും നമ്മൾ വരച്ചു. ഓക്കെ, അപ്പൊ ഇത് വേവ് 1 ആണ്, ഇത് വേവ് 1 ആണ്, ഇത് വേവ് 2 ആണ്. വേവ് 2. അപ്പൊ എന്തായാലും ഈ പോയിന്റ് ഇവിടെ വന്ന് വീണത് കൊണ്ട് തന്നെ അവിടെ ആയിരിക്കും ആദ്യം റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇവിടെ n1 ഓക്കെ, n1 ലെസ് ദാൻ n2 ആണ്. n1 ലെസ് ദാൻ n2 എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതായത് ഇത് റെയറും ഇത് ഡെൻസറും ആണെന്ന് എടുത്തു. അപ്പം റെയറിന്റെ ആണല്ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു നിൽക്കേണ്ടത്, മറ്റേന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു കണ്ടീഷൻ തരുവാണെങ്കിൽ ഈ ലൈറ്റ് റേയുടെ ഡയറക്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം ഒരു നോർമൽ വരയ്ക്കുക. എന്റെ കൂടെ വരച്ചു വെക്കണേ. ആദ്യം ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, നമുക്കറിയാം വാട്ട് ഹാപ്പൻസ് ഇഫ് ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയർ ടു ഡെൻസർ മീഡിയം? ഉറപ്പായിട്ടും എന്താണ്, ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അങ്ങനെ ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യണം. ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇവിടം വരെ വന്നു. ആ സമയത്ത് ഇയാള് ട്രാവൽ ചെയ്തിട്ട് ഇവിടം വരെ എത്തി. നേരത്തെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും റിഫ്ലക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇവിടെ അത് സെയിം ആയിരിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, രണ്ട് മീഡിയം ഡിഫറൻറ്റാ. അപ്പം ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ സ്പീഡ് രണ്ട് മീഡിയത്തിലും ഡിഫറൻറ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിഫ്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസും റിഫ്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ മീഡിയത്തിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും രണ്ടും രണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതായത് നമുക്കറിയാലോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ അവിടെ നിന്ന് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എടുക്കാം. നമുക്കറിയാം വേവിന്റെ ഡിസ്റ്റൻസ് വേവ് ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ വേവ് 2 ആയതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ λ2 ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്താ, എങ്ങനെ വേണേൽ എടുക്കാം, തിരിച്ചെടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഫസ്റ്റ് മീഡിയം ആയതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഫസ്റ്റ് മീഡിയം ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാനിപ്പോ എന്റെ നോട്ടിനകത്ത് കിടക്കുന്നത് ഇത് 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സൈഡിലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. λ1 ഈസ് ഈക്വൽ ടു അവിടുത്തെ സ്പീഡ് എന്ന് പറയുമ്പോൾ v1 എന്ന് എടുക്കാം ഇൻറ്റു അവിടുത്തെ ടൈം t. ടൈം സെയിം ആണ്. ഇവിടുന്ന് ഇവിടം വരെ വരാനെടുത്ത ടൈമും ഇവിടുന്ന് ഇവിടം വരെ വരാനെടുത്ത ടൈം സെയിം ആണ്. പക്ഷെ സ്പീഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിഫറെന്റ് ആയി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഈ ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസ് നമുക്ക് നെയിമും കൂടെ കൊടുക്കാം. ഇത് എ, ഇത് ബി ആണ്. അതേപോലെ ഇത് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഈ പോയിന്റ് ഡി, ഇത് സി എന്നും കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് നോക്കിയോ എങ്ങനെയാന്നുള്ളത് കണ്ടോ. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞ് ഇനി എന്ത് ചെയ്യും, ഇനി വേണ്ടി ഇങ്ങനെ പോത്തേ ഉള്ളൂ. കണ്ടോ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങ് പോകും. അത് വരുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, വേണ്ട ഇങ്ങനെ ഒരു ഞാൻ ഇതിന്റെ മണ്ടക്കൂടെ തന്നെ വേവ് ഫ്രണ്ട് വരുന്ന കാണിക്കുകയാണേ. ഒരു വേവ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണു. ഇത് വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഇത് ഇവിടം വരെയായി. പിന്നെ എന്ത് ചെയ്യുന്നു,
ഇത് തന്നെ ഇങ്ങനെ പോകും കേട്ടോ. അതായത് ഇങ്ങനെ വന്ന സാധനം ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് കേട്ടോ ഇത് ഇങ്ങനെ പോകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടേക്ക് റിഫ്രാക്ട് ചെയ്യാൻ തുടങ്ങിയുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നോക്കിയാൽ ബി തൊട്ട് ഡി വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ നമുക്ക് λ1 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. λ1 ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, v1 ഇൻറ്റു ടി. അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസിനെയും ഞാൻ എന്തെടുത്തിരിക്കുക, λ2 എന്നാണ് എടുത്തിരിക്കുന്നത്. ഈക്വൽ ടു എന്താ, v2 ഇൻറ്റു ടി എന്നെടുക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യണമെന്നല്ലോ, കാരണം ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യുന്നു. ഇതായിരിക്കും ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു നോർമൽ വരയ്ക്കുന്നു, ഇവിടെയും നമ്മൾ ഒരു നോർമൽ വരയ്ക്കുന്നു, ഇവിടെയും നമ്മൾ ഒരു നോർമൽ വരയ്ക്കാം, ചെറുതായിട്ട് വരയ്ക്കാം. അപ്പം അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അത് നമുക്ക് ആംഗിൾ ഓഫ് ജസ്റ്റ് അതിന്റെ ആവശ്യമൊന്നുമില്ലത് തന്നെ ഇങ്ങനെ അങ്ങ് പോവാ, ഇത് തന്നെ ഇങ്ങനെ അങ്ങ് പോവാന്നുള്ളതാണ്. അപ്പൊ ഞാനത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ ഇതിനെയും ഐ ആയിട്ട് എടുക്കുക. അത് എങ്ങനെ ഐ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇത് വേവും വേവ് ഫ്രണ്ട് തമ്മിൽ 90 ഡിഗ്രി. ഇത് ഇത്രയും ഐ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് 90 മൈനസ് ഐ ആയിരിക്കും. നമുക്കറിയാം നോർമലും സർഫസും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി. അതിന്റെ ഇത്രയും 90 ആണെങ്കിൽ 90 മൈനസ് ഐ ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും, ഐ ആയിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഐ എന്ന് എഴുതുന്നത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, എന്ത് ചെയ്യുക, ഇത് ഐ ആയതുകൊണ്ട് ഇവിടെ ഐ ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ 6 ആണ്, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് 6 ആണ്, അതുകൊണ്ട് ഇതും 6 ആയിട്ട് അങ്ങോട്ട് എടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. എന്നിട്ട് നോക്കിയോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പോലെ കാര്യങ്ങൾ എടുക്കാൻ പോകണം. ഇതാണ് പടം. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഇത് 90 ഡിഗ്രിയാ വേവ് ഫ്രണ്ട് തമ്മിൽ, ഇത് 90 ഡിഗ്രിയാ വേവ് ഫ്രണ്ട് തമ്മിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാ. ഇവിടെ നേരത്തെ ട്രയാംഗിൾ കൺസിഡർ ചെയ്തതുപോലെ തന്നെ ചെയ്യാണ്. പക്ഷെ ഇവിടെ വേറെ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോയിലോട്ട് പോകണമല്ലോ, കാരണം സ്നെൽസ് ലോ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. sin A by sin R ഈക്വൽ ടു n ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ n2 by n1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ലെറ്റ് ഇത് വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ് വേവ് 1 ആൻഡ് വേവ് 2 be the incident അല്ലെങ്കിൽ 1 and 2 be the incident rays എന്ന് എഴുതിയാലും മതി, വേവ് ആയിട്ട് പറയണ്ട, ഇൻസിഡന്റ് റേ. അതേപോലെ തന്നെ ഇവിടത്തേത് ഇത് 1 ഡാഷ് എന്നും ഇവിടത്തെ 2 ഡാഷ് എന്നും വേണം എടുക്കാം. 1 dash and 2 dash be the corresponding refracted ray. നേരത്തെ അതേ പാറ്റേണിൽ തന്നെയാണ് എഴുതുന്നത്, refracted ray. AB be the incident wave front. Incident wave front. ഇത് CD ആണ്. CD be the refracted wave front. Refracted wave front. N1 be the refractive index of first medium. N2 be the refractive index of second medium. Refractive index of second medium. Such that n1 less than n2. അപ്പൊ നമുക്കറിയാം n1 റെയറും n2 ഡെൻസറുമാണെന്നുള്ളതാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ
traveled by wave 2 from B to D is lambda 1 is equal to V1 into T. Similarly, distance traveled by wave 1 from A to C is lambda 2 is equal to V2 into T. ഇതൊക്കെ എഴുതുന്നത് നിങ്ങളുടെ ഓപ്ഷനിലാണോ? പടം വരയ്ക്കുക, ആ ഡെറിവേഷൻ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ബോർഡ് എക്സാം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോലി. അതായത് ഇങ്ങനെ വലിച്ചു വാരി ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതങ്ങ് ഓരോരുത്തരെയും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ. In triangle ABD, in triangle ABD എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ ട്രയാങ്കിളിൽ സൈൻ ഐ എടുക്കാൻ പോവാണ്. സൈൻ ഐ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലാംഡ 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ സർഫസ് ആണ്, എ ഡി ആണ്. ലാംഡ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം V1 into T ആണ്, ഡിവൈഡഡ് ബൈ എ ഡി എന്ന് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ അടുത്ത ട്രയാങ്കിൾ, താഴത്തെ ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ACD അവിടെ സൈൻ ആർ എടുക്കാൻ പോവാണ്. സൈൻ ആർ ഈസ് ഈക്വൽ ടു അവിടെയും ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അവിടുത്തെ ഓപ്പോസിറ്റ് ലാംഡ 2 ആണ്, ഹൈപ്പോട്ടന്യൂസ് AD തന്നെയാണ്. അപ്പൊ അവിടെ V2 into T ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, AD എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1 into T divided by AD whole divided by V2 into T divided by AD എന്ന് വരുന്നു. AD കട്ടായി പോയി കഴിഞ്ഞാൽ Tയും Tയും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1 by V2. കഴിഞ്ഞിട്ടില്ല. നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം വിയും സിയും എന്നും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. we have n is equal to refractive index, absolute refractive index എന്ന് പറയുമ്പോൾ c by v ആണ്. എന്നാൽ ഓരോ മീഡിയത്തിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ n1 is equal to c കോൺസ്റ്റന്റ് ആണ്, c by v1 എന്നും n2 എടുക്കുന്ന സമയത്ത് n2 is equal to c by v2 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ v1 is equal to c by n1 എന്നും ഇതിൽ നിന്ന് നമുക്ക് V2 is equal to C by N2 എന്ന് എഴുതാം. ഇത് രണ്ടെണ്ണം നമുക്ക് V1 ഉം V2 ന് പകരം ഇവിടെ കൊണ്ട് കൊടുക്കാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1 ന് പകരം നമുക്ക് C ഡിവൈഡഡ് ബൈ N1 എന്നും ഡിവൈഡഡ് ബൈ V2 ന് പകരം C ഡിവൈഡഡ് ബൈ N2 എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് താഴെയുള്ള റെസിപ്രോക്കൽ എടുത്ത് മോളിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ കിട്ടും. Sin I divided by sin R is equal to N2 divided by N1. Hence it obeys Snell's law. Therefore satisfies law of refraction. Therefore satisfy law of refraction. ചെറുതാക്കാം, എഴുതാനുള്ള എഴുതിക്കോ. ഞാൻ ഇവിടെ നിന്ന് ഈ സാധനം എടുത്തിട്ട് മൊത്തം മുകളിൽ തരാമേ.
നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുമായിരിക്കും. എഴുതിക്കോ. സാർ പറഞ്ഞോ. ഏതാ ആ 2' ആ ഡി കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. 2' അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണോ അതോ കർവ് ഉണ്ടോ? അല്ല, കേർവ് ഉണ്ടാവുമല്ലോ, കാരണം റെയറിന്ന് ഡെൻസറിലോട്ടാ പോകുന്നത്. നമ്മളിപ്പോ വരച്ചപ്പോ അങ്ങനെ ആയിപ്പോയത്. ഇതെന്തായാലും ഇത് കണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ഒരിക്കലും ഇങ്ങനെ പോകത്തില്ല, ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. കാരണം എന്താ, റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് യാത്ര, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആവും. ഓക്കെ അല്ലേ? ഓക്കെ സാർ. സാർ ഇച്ചിരി താഴോട്ടാക്കും. ഇതിപ്പോ ഏറ്റവും താഴെയാണ്, മുകളിലോട്ടാണോ? വെള്ളം പറയണേ, എവിടാന്ന് പറയണം. കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം, നോക്കിക്കോളൂ. ഒരൊറ്റ കാര്യം, ഒറ്റ ടോപ്പിക് കൂടെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഡെറിവേഷൻ അല്ല അത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും, പക്ഷെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2022. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ തരാം, ഒന്ന് മനസ്സിലാക്കി തരാം, നോക്കിക്കോളൂ. അതോടെ ഇതിന്റെ താഴോട്ട് തന്നെ എഴുതിക്കോ, ഇതിന്റെ താഴോട്ട് തന്നെ എഴുതിക്കോ. V1 be the velocity of wave. ഇപ്പൊ കഴിയുവേ, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. Velocity of wave in first medium. V2 be the velocity of wave in second medium. Lambda 1 be the wavelength of wave in first medium. അതുപോലെ lambda 2 be the wavelength of wave in second medium. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിരിക്കുന്നത്
therefore λ1 is equal to v1 into t എന്നും λ2 is equal to v2 into t എന്നുമാണ് പഠിച്ചിട്ടുള്ളത്. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഞാൻ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ λ1 ഡിവൈഡ് ബൈ λ2 is equal to v1 into t divided by v2 into t. t കട്ട് λ1 divided by λ2 is equal to v1 by v2. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. ഞാൻ v1 ഓക്കെ, ഞാൻ ഈ v2നെ ഇങ്ങോട്ടും λ1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയിട്ട് മാറും. അതായത് ഇത് ഇങ്ങോട്ട് v2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ v2 ഡിവൈഡ് ബൈ λ2 ഈസ് ഈക്വൽ ടു v1 ഡിവൈഡ് ബൈ λ1 എന്ന് വരും. നമുക്കറിയാം ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു v ബൈ ലാംഡാന്നോ അല്ലെങ്കിൽ c ബൈ ലാംഡാന്നോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ v ബൈ ലാംഡ എന്നല്ലേ കിടക്കുന്നത്. അതിനർത്ഥം ഇത് ന്യൂ2 ആണ്. ന്യൂ2 ഈസ് ഈക്വൽ ടു ന്യൂ1 കണ്ടോ? അപ്പൊ രണ്ട് മീഡിയത്തിലെ ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷേ വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്, വെലോസിറ്റി ഡിഫറെന്റ് ആണ്, പക്ഷേ ഫ്രീക്വൻസി സെയിം ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പം അത് ഇവിടെ എഴുതി വെക്കുക. ദാറ്റ് ഈസ് when a wave travel from one medium to another, its velocity and wavelength changes, but frequency remains constant. Frequency remains constant. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് അതേപോലെ തന്നെ ഡിഫ്രാക്ഷൻ, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോളറൈസേഷൻ ഒന്നും ഇല്ല. ഇതെല്ലാം ഡെറിവേഷൻ ഒന്നും പഠിക്കാനല്ല, അതിന്റെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യൂമറിക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞു പോകണം. പഠിക്കണ്ട, പറഞ്ഞു പോകാം. അപ്പം ഇത്രയും